ആറന്മുളയിൽ പുതിയ പദ്ധതിക്കായി നീക്കം നടത്തുന്ന KGS ഗ്രൂപ്പിനെതിരെ തുറന്നടിച്ച് ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയ കുമ്മനം രാജശേഖരൻ മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച പ്രദേശമാണ് ആറന്മുളയിലേത്. ഇവിടുത്തെ പൈതൃക ഭൂമിയെ റിയൽ എസ്റ്റേറ്റിന് തീരെഴുതാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. ജനം ടിവിയോട് ടെലിഫോണിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രഹസ്യമായ കരുനീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഭൂമി മണ്ണിട്ട് നികത്തുകയാണ് ലക്ഷ്യം. അതിനുശേഷം പ്രദേശവാസികളെ പതുക്കെ ഒഴിവാക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ കോടികളുടെ ലാഭമാണ് ഉന്നം വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വലിയൊരു പാരിസ്ഥിതിക വിനാശമുണ്ടാക്കാൻ ഇടയുള്ള ഒരു നീക്കമാണ് ഈ IT വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇത്രയധികം ഏക്കർ 325 ഏക്കറിൽ പരം വരുന്ന ആ ഭൂമി മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഭൂമി ആർക്കാണ് കൊടുക്കേണ്ടത്? ഭൂരഹിതർക്കാണ് കൊടുക്കേണ്ടത്. അത് മിച്ചഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുടില് കെട്ടിയതാരാണ്? ഈ കേരളം ഭരിക്കുന്ന CPM ആണ്. ആ കുടിലൊക്കെ ഇപ്പൊ എവിടെ പോയി? അവർക്കെന്താ ഈ മിച്ചഭൂമി കൊടുക്കാത്തത് എന്താണ്? ഈ പാവങ്ങൾക്ക് ഭൂരഹിതരായിട്ടുള്ളവർക്ക് കൊടുക്കേണ്ട മിച്ചഭൂമി ഇന്നവരെ കൊടുക്കുന്നുമില്ല. അതേസമയം അത് അവർക്ക് കൃഷി ചെയ്യാൻ കൊടുത്താൽ അവർ കൃഷി ചെയ്തോളും. അവിടെ നടക്കേണ്ടത് കൃഷിയാണ്. മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച പ്രദേശത്താണ് പുതിയ പദ്ധതിയുമായി IT വകുപ്പും KGS ഗ്രൂപ്പും രംഗത്തെത്തുന്നത്. പൈതൃക ഭൂമിയാണ് ആറന്മുളയിലേത്. അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തരം പദ്ധതികൾക്കെതിരെ രംഗത്തുവരും. മിച്ചഭൂമിയായി പ്രഖ്യാപിക്കുന്നതിൽ പോലും കള്ളത്തരം നടന്നുവെന്നും കുമ്മനം രാജശേഖരൻ ആരോപിക്കുന്നു. ഇത് മിച്ചഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ച ഓർഡർ, ലാൻഡ് ബോർഡിന്റെ ഓർഡർ അവിടുത്തെ വില്ലേജ് ഓഫീസർക്ക് കിട്ടാൻ 1 മാസം 10 ദിവസം എടുക്കും. അതെന്താണ്? അത്രയും സമയത്തിനിടയിൽ ഈ സ്ഥല ഉടമസ്ഥർ കമ്പനി പോയി ഹൈക്കോടതി പോയി സ്റ്റേ ഓർഡറും വാങ്ങി. ഇതിൻ്റെ അകത്തൊക്കെ ഒട്ടേറെ കള്ളക്കളികൾ നടക്കുന്നുണ്ട്. 2018 വെള്ളപ്പൊക്കത്തിൽ എല്ലാവർക്കും അറിയാം, അത് മണ്ണിട്ട് നികത്തിയിരുന്ന സ്ഥലമായിരുന്നുവെങ്കിൽ പമ്പയുടെ തീരത്തുള്ള 5-6 ഗ്രാമങ്ങൾ ഒഴുകിപ്പോകുമായിരുന്നു. KGS ഗ്രൂപ്പ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. വിമാനത്താവളം ഉൾപ്പെടെ ഒരു പദ്ധതിയും സാധ്യമാക്കാൻ അവർക്ക് സാധിക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും കുമ്മനം പറഞ്ഞു. ഈ KGS ഗ്രൂപ്പ് എന്ന് പറയുന്നവർ അവർ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിമാനത്താവളം ഉണ്ടാക്കിയിട്ടില്ല. ഇന്നേ വരെ ഒരു IT പാർക്കോ IT കമ്പനികളോ ഒന്നും നടത്തി പരിചയമുള്ളവരുമല്ല. ഇവർക്ക് യാതൊരുവിധ ട്രാക്ക് റെക്കോർഡുകളുമില്ല. പക്ഷേ അവർക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ എടുത്ത് ഇതൊക്കെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ വേണ്ടിയാണെന്ന് ഈ യുക്തിഭദ്രമായി വിഷയങ്ങളെ വിശകലനം ചെയ്യുന്നവർക്ക് വളരെ നന്നായിട്ടറിയാം. ആ വ്യവസായ മേഖലയായിട്ട് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ആർക്കും അവരുടെ ഭൂമി വിൽക്കാൻ വയ്യാതെയോ കൈമാറ്റം ചെയ്യാൻ വയ്യോ ഒരു ലോൺ എടുക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ വരിക. അങ്ങനെ ജനങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിക്കുക. അങ്ങനെ ജനങ്ങൾ അവസാനം ഇവരുടെ കാല് പിടിച്ച് അടിയറവ് പറഞ്ഞ് ഈ സ്ഥലമൊക്കെ വിട്ട് ഈ സ്ഥലം അവിടെ നിന്ന് പോകും എന്നൊക്കെയാണ് ഈ വലിയ മാഫിയകളുടെയൊക്കെ വിചാരം. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ കൃഷിവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഒക്കെ അറിവോടെയാണെന്നും കുമ്മനം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് ജനം.